പിറവി തൊട്ടൊരു നീണ്ട യാത്ര, മനസ്സുകൊണ്ടൊരനന്തയാത്ര, യുഗയുഗങ്ങൾ കടന്ന യാത്ര, പിന്നെയും തുടരുന്നു യാത്ര, മുന്നിലൊരു ലക്ഷ്യം. സത്യം 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 സത്യം. കാണുന്നതോരോന്നും സത്യം, കണ്ടെത്തേണ്ടതും സത്യം. നേരിട്ടു കണ്ടവരാരുമില്ലെങ്കിലും ദൈവമുണ്ടെന്നതും സത്യം. ഗീതയും ബൈബിളും ഖുറാനും നൽകിയ വെളിച്ചത്തിലുണ്ടൊരു സത്യം. നാം ഇന്നും ഇരുളിലാണെന്നതും സത്യം. സത്യം 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 സത്യം. അളവറ്റ സ്നേഹത്തിൻ മുന്നിൽ മതമില്ലെന്നത് സത്യം. മതിലുകളില്ലെങ്കിൽ നാമെല്ലാം മനുഷ്യരാണെന്നതും സത്യം. പലതും കണ്ടുള്ള യാത്രയിൽ ഇതുവരെ അറിഞ്ഞതൊരേയൊരു സത്യം, നാം ഒന്നും അറിയുന്നില്ലെന്നുള്ള സത്യം. സത്യം 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 സത്യം. ജനനം പകൽ പോലെ സത്യം, മരണം ഒരു ദുഃഖ സത്യം. ജീവിതമെന്നത് ഞൊടിയിൽ തീരുന്ന സ്വപ്നമാണെന്നതും സത്യം. സ്വർഗവും നരകവും പണിതീർക്കുന്നത് നമ്മളാണെന്നതും സത്യം. നമ്മുടെ കർമ്മമാണെന്നതും സത്യം. സത്യം 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 സത്യം. അന്നത്തെ പ്രപഞ്ചം എന്താ കൊച്ചുദ്രേസിക്ക് അറിയില്ലേ? 4 കാലം വന്ന് കേറിയ പിന്നെ തുടങ്ങും എന്റെ അമ്മയ്ക്കും മുത്തിക്കും ചീത്ത വിളിക്കാൻ. അതൊക്കെ മാറിയില്ലേ? സരസുന്റെ കണ്ണീര് ദൈവം കണ്ടൂന്ന് പറഞ്ഞാ മതി. രാജുമോനാ പണി പറ്റിച്ചത്. 2 ദിവസം അവൻ ഒളിച്ചു മാറി നിന്നപ്പോ തുടങ്ങിയില്ലേ ഒരാദ്യം വ്യാധിയും. അപ്പൊ അവനെ കാണണം. രാജുവിനെ ഞാൻ വിളിപ്പിച്ചപ്പോഴാ അങ്ങേരുടെ ശ്വാസം നേരെ വീണത്. അന്ന് കുടി നിർത്തിയതാ, പിന്നെ തൊട്ടിട്ടില്ല. കുടി നിർത്താൻ പറ്റില്ലെന്ന് പറയണത് വെറുതെയാ. അതിനും വേണം ഒരു മനസ്സ്. അല്ല, രാജുമ്മ ചെയ്തതുപോലെ എന്തെങ്കിലും പറഞ്ഞൊന്ന് പേടിപ്പിച്ചാലോ? പിന്നെ പേടിക്കണു. അതിന് വേറെ ആളെ നോക്കണം. ലിജോന്റെ അപ്പച്ചനെ അതിന് കിട്ടില്ല. ഞാൻ വല്ല കടുങ്കൈ ചെയ്യുന്നു പറയുമ്പോ വിഷം മേടിച്ച് തരുമെന്ന് പറയുന്ന ആളാ പേടിക്കാൻ പോണു. എന്റെ കാര്യം കൂട്ടാക്കണ്ട. ഒരു മോനില്ലേ, അവനെ അന്തസ്സായി വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? അതോർക്കുമ്പോ താ സങ്കടപ്പെടണ്ടടോ, എല്ലാം നേരെയാവും. സരസ്വാ പറയുന്നേ. ഞാനും കുറെ തീ തിന്നതല്ലേ. കുളിക്കാൻ സോപ്പില്ലമ്മ. മേടിക്കാം മോനെ, തൽക്കാലം ഇന്ന് സോപ്പില്ലാണ്ട് കുളിക്കും. മോന് സോപ്പില്ലേ? ചേച്ചി കൊണ്ടുവന്ന് തരാലോ. വേണ്ട സരസു, അവന്റെ അപ്പം വരുമ്പോ മേടിക്കാന്നേ. അമ്മ കുളിച്ചു വരുമ്പോ എന്തെങ്കിലും എടുത്തു വെക്കണേ, ഭയങ്കര വിശപ്പ്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, കഞ്ഞിക്കിട്ടിട്ട് പോന്നതാ.
ഇവിടെ ആരുമില്ലേ? ആ എന്താ? 2 ദിവസം കൂടി കഴിയട്ടെ. പിന്നെ ഒലത്തും നിങ്ങൾ. പറ്റുകാശ് ചോദിക്കുമ്പോ എന്താ ഇത്ര ഉഷ്ണം? മേടിച്ച് തിന്നാ പോരാ, അതുപോലെ കാശ് തരാനും പഠിക്കണം. കാര്യം പറ, എനിക്ക് പോണം. ലിജോന്റെ അപ്പച്ചൻ വരട്ടെ. ഉവ്, ഈ പല്ലവി കുറെ കേട്ടതാ ഞാൻ. കിട്ടുന്ന കാശ് കുടിക്കാൻ തന്നെ തികയാത്ത ആളാ കടയിലെ പട്ടി തീർക്കാൻ പോകുന്നത്. ദേ പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നതേ പുണ്യം കിട്ടാനല്ല, മനസ്സിലായോ? കടം പണം കൊണ്ട് വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴി നോക്ക്. കാശിന്റെ കടം കാശ് കൊണ്ട് വിട്ടാം. രാജപ്പം പോ. പിന്നെ അമ്മ എന്താ വല്ലാതെ നിൽക്കുന്നേ? ഒന്നുമില്ല, മോൻ വന്ന് ചോറുണ്. അമ്മ ചോറ് തിന്നില്ലേ? മോൻ കഴിക്ക്. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും എക്സ്കർഷന് പോകുന്നുണ്ടമ്മേ, എനിക്കും പോണ്ടേ? എങ്ങനെ പോവാനാണ് മോനെ? അപ്പച്ചന്റെ ഇന്നത്തെ അവസ്ഥ മോൻ അറിയില്ലേ? ഇന്ന് കുടിക്കില്ലമ്മേ, ഇന്നലെ അല്ലേ വികാരിയച്ഛൻ ഉപദേശിച്ചത്. അങ്ങനെ എത്ര ഉപദേശിച്ചതാ, ആരല്ല. ഇനി കുടിച്ചാ അച്ഛൻ ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞത്. എന്നാ അത്രയും നന്നായെന്ന് നിന്റെ അപ്പം വിചാരിക്കും. നോക്കാം, ചിലപ്പോ കർത്താവിന്റെ കൃപ കൊണ്ട് മനമാറ്റം ഉണ്ടായാലോ. അമ്മ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നായിൻ്റെ മോൻ ബാറി കൊടുക്കാൻ കാശുണ്ട്, പറ്റു തീർക്കാൻ പറയുമ്പോ കൈമലത്തി കാണിക്കും ചേറ്റ. പിടിച്ചു നിർത്തണം ചേട്ടാ, നാണം കേട്ടെ. നിനക്കെന്താടാ വട്ടുണ്ടോ? ബോധമില്ലാത്തവൻ എവിടെ നടാ നാണക്കേട്? പറ്റുകാശ് മുതലാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. കൊറേ മുതലാക്കും. വർഗീസ് ചേട്ടാ. എന്താടാ പത്രോസേ? പണിയില്ല ചേട്ടാ, കുറച്ച് നാളായി. ഒരു 50 രൂപ കിട്ടിയാ വളരെ ഉപകാരമായിരുന്നു. പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് വേവിച്ചു കൊടുക്കാനാണേ. കടവോട്ട് തന്നാ മതി. എടാ പത്രോസേ, ഒരു ലാർജ് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. കടം എടാ പോവാൻ നോക്കടാ, വെറുതെ എന്നെ കൊണ്ട് പാറയിൽ പള്ളി പണിയിപ്പിക്കുന്നത്. പോടാ. വന്നിരിക്കുന്നു. എന്താണ്? മാറിയേക്കടാ.
എനിക്കും വെള്ളം വിടാക്കുവേ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി അല്ലടോ. അത് മനസ്സിലിരിക്കട്ടെ. ഇന്നലെ കാശില്ലാണ്ട് തരിക കാണിച്ച പണിയേ ഇന്ന് പറ്റൂല. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. എനിക്കാര് ഓശാര വേണ്ട പുല്ലേ. എത്ര രൂപ വേണ്ട നിനക്ക്? എന്നാ പിടി. അപ്പച്ചൻ എല്ലാ ദിവസവും കുടിക്കാറുണ്ടല്ലേ? കഷ്ടാണ്. നിന്നെ തല്ലോ? ആ, നിനക്ക് പറഞ്ഞൂടെ കുടിക്കണ്ടെന്ന്? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. മൂന്ന് ലോകത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ദിവസം ശിവനിൽ നിന്ന് അഗസ്ത്യന്, അഗസ്ത്യനിൽ നിന്ന് അന്വേഷന്, ദ്രോണരിൽ നിന്ന് അർജുനന് ഇത് ലഭിച്ചു. ബ്രഹ്മശിരസ്. മൂന്ന് ലോകത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ദിവ്യാസ്ത്രം ശിവനിൽ നിന്ന് അഗസ്ത്യന്, അഗസ്ത്യനിൽ നിന്ന് അഗ്നിവേശന്, അഗ്നിവേശനിൽ നിന്ന് കൊച്ചേ ഉറക്കെ വായിക്കടാ. മൂന്ന് ലോകത്തെ കഴുത് ഉറക്കെ വായിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്റെ ഈശോയെ, വന്നപ്പോ തന്നെ തുടങ്ങിയോ ചവിട്ട് നാടകം? വെറുതെ അവനെ എന്തിനാ പറഞ്ഞു പേടിപ്പിക്കണേ? നിനക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലടി. എടേ കൊച്ചു തേച്ചിയെ, മനസ്സിൽ കയറണമെങ്കിൽ നല്ല ഉറക്കെ വായിക്കണേ. വായിച്ചാ മാത്രം പോരാ, ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണം. ഇവൻ തിന്നുന്ന പ്രായമാ. വിശന്ന് പൊരിയുമ്പോ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കടയിൽ പറ്റാ. ആര് കൊടുക്കും? നാണം കെട്ട് മനുഷ്യ ഇല്ലാണ്ടായി. അതൊക്കെ നമുക്ക് കൊടുക്കാം മോളെ. നിങ്ങൾ കൊടുക്കും, ബാറില് അല്ലെങ്കിൽ ഷാപ്പില്. 7 ദിവസം പണിയുള്ള ആളാ. എങ്ങനെ കഴിയേണ്ട കുടുംബം ഇത്? പറയേ, എന്നെ ഇവന് ആര് നോക്കും? നിർത്തണേ. ഇല്ല, എനിക്ക് പറയണം. കരയണ്ടമ്മ മോനെ, കരയണ്ടമ്മ. സരസു ഇതാ വരുന്നു. ദേ തുടങ്ങി അവിടെ. ഈ വർഗീസിന്റെ കാര്യം പറഞ്ഞ ഭയങ്കര കഷ്ട. ഈ കഷ്ടവും നഷ്ടവും ഒക്കെ ഇവിടെയും കുറെ ആടിയതാണേ. പെട്ടെന്ന് അതൊക്കെ അങ്ങ് മറന്നുപോയോ? ഉള്ളില് വേണ്ടാത്ത ചെല്ലുമ്പോ ചെയ്തു കൂട്ടണതൊക്കെ ആരെങ്കിലും ഓർക്കോ? ഇനി നിന്റെ പഴംപുരാണം കേട്ടിട്ട് വേണം എന്റെ വയറ് നിറയാൻ. കളിയാക്കിയതല്ല, അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. കുടിയന്മാരുടെ വീട്ടിലെ ഇടപാടിതാ. പാവം ആ കൊച്ചുദ്രേസ്യം മോനും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടല്ലോ അവിടെ വഴക്കും വെക്കണം. എന്താ സരസു പ്രശ്നം? പണ്ട് കുടിച്ചു വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരുന്ന പ്രശ്നം തന്നെ. അടുപ്പില് തീ പുകയണ്ടേ? എത്രയെന്ന് വെച്ചാ തള്ളേ മോനും പട്ടിണി കിടക്ക. പോരാത്തിന് വർഗീസ് കുടിച്ചു വരുമ്പോ ഇടിയും തൊഴിയും വേറെ. ഇന്ന് അവരനുഭവിക്കുന്നത് കുറെ കാലം നീയും മോനും സഹിച്ചതല്ലേ? സാരമില്ല, ഈശ്വരൻ നിങ്ങൾക്ക് നല്ല മനസ്സ് തന്നില്ലേ? അന്ന് ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് പകര ഇന്ന് ഞാനും മോനും സന്തോഷിക്കുന്നേ. എന്താണ് കാലത്ത് മോന്തെ കയറ്റി പിടിച്ചിരിക്കുന്നത്? ഒരുത്ത മൂടി പൊതിച്ച് കിടക്കുന്നല്ലോ, അവൻ ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? കത്തുന്ന വയറുമായി ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? ഇന്നലെ രാത്രിയിൽ എൻ്റെ മോൻ പട്ടിണി കിടന്നു. ആ രാജപ്പൻ്റെ കടയിൽ നീ പോയി വല്ലതും വാങ്ങിക്ക്. ചെല്ലേ, മേടിച്ചിട്ട് വാ. നിങ്ങള് നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്കിത് പറയാൻ? പറ്റുകാശം ചോദിച്ച് രാജപ്പനിവിടെ വീട്ടുമുറ്റം വരെ വരുന്നുണ്ട്. ഇനി അകത്തേക്ക് കയറുന്ന എപ്പോഴാണെന്ന് അറിയില്ല. ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോ മിശിഹായ്ക്ക് കുഴപ്പമൊന്നുമില്ല. നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇനിയെങ്കിലും നിർത്തടാ സ്തുതിയും വിനയം കാണിച്ച ആളെ പറ്റിക്കാതെ. നീ പട്ടക്കാരനെയും ദൈവം തമ്പുരാനെയും പ്രീതിപ്പെടുത്തണ്ട. അന്തസ്സായിട്ട് കുടുംബം നോക്കാൻ പഠിക്ക്. അതാ കർത്താവിനിഷ്ടം. കള്ളു കച്ചവടക്കാരെ വളർത്താൻ വേണ്ടി നിന്നെപ്പോലുള്ള ചില തോന്നിവാസികൾ ശരിക്കും അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കോ ഇടിയും തൊഴിയും പട്ടിണിയും ബാക്കി. ഇനി ഞാൻ കുടിക്കില്ല അച്ചോ. അയ്യോ, അങ്ങനെ പറയല്ലേ. കർത്താവ് രൂപക്കൂടും പൊളിച്ച് ഓടിക്കളയും. ആ പാവം അവിടെ ഇരുന്നോട്ടാ പറയീസേ. കർത്താവിൻ്റെ മുമ്പിൽ
മരിക്കും വരെ പോറ്റാമെന്ന് പറഞ്ഞ് താലി കെട്ടിയതാ നീ നിന്റെ ഭാര്യയെ. എന്നിട്ട് എന്തു പറ്റി? അവൾക്കും കുഞ്ഞിനും പട്ടിണി. ഒരു യോഗ്യം നടക്കണം. പോടാ. ഇവനൊക്കെ പിടിച്ച് ഇരുമ്പിൻ കുരിശ് തറയ്ക്കണം. മോനെ ലിജോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോനെവിടെ? ഉണ്ടച്ചോ, അച്ഛനിരിക്കി. വേണ്ട, പള്ളിപ്പറമ്പിലെ കുഞ്ഞുവറതിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. അയാളുടെ ഭാര്യ സുഖലാടക്കല്ലേ എലീശ ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഉള്ള കാലം മുഴുവൻ കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കണമല്ലോ എന്ന് കരുതണ്ട. ദൈവം തമ്പുരാന് കാഴ്ചക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ആ തിരുമാലിയെ വഴിക്ക് വെച്ച് കണ്ടു. ഇനിയും കുടിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ. വേണ്ടച്ചു, ഇനി ഉപദേശിച്ച് അച്ഛൻ വെറുതെ നാണം കെടണ്ട. എന്തെല്ലാം ഗുണദോഷിച്ചതാ എന്ന് വെച്ച് അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? വഴുതെറ്റിയ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവരണം. മോനുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ പണ്ടേ ഞാൻ വല്ല വിഷവും കഴിച്ച്. വേണ്ട, അതിനുള്ള അവകാശമൊന്നും മനുഷ്യനില്ല. ദൈവം തന്ന ആത്മാവ് ദൈവം തന്നെ എടുക്കണം. തൻ്റെ രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, മരണം വരെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കൂടിയാ. അത് മറക്കരുത്. എന്റെ വിളി മാത്രം ദൈവം കേൾക്കണില്ലല്ലോ. കേൾക്കുന്നുണ്ട്. നീ നോക്കിക്കോ, വർഗീസിന് മാനസാന്തരം ഉണ്ടാകും. കുടുംബം നോക്കുന്ന നല്ലൊരു ഭർത്താവായും അപ്പനായും അവൻ മാറും. അല്ല, അവനിന്ന് ക്ലാസ്സിൽ പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? പൊട്ടിയ വയറുമായി എത്ര ദിവസം അവൻ ക്ലാസ്സിൽ പോകും അച്ഛൻ? നീ ഒന്ന് പള്ളിയിലേക്കല്ലേ, അവിടെ കപ്പേരുണ്ടാവും. വിതരണം ചെയ്യാനുള്ള അരിയും ഗോതമ്പും പൊടിയും ഒക്കെ കാണും. കൊണ്ടുവന്ന് എന്തെങ്കിലും വെച്ച് വേവിച്ച് കൊടുക്ക്. എന്നിട്ട് അവനെ സ്കൂളിൽ വിടാൻ നോക്ക്. മാത്രമല്ല, അവിടെ സിസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് വെച്ച കുറച്ച് വസ്ത്രങ്ങളുണ്ട്. പറ്റുന്ന 1-2 വാങ്ങിച്ചോ. അച്ഛൻ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതിലും വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ. നീ മറ്റൊന്നും ആലോചിക്കണ്ട. ഞങ്ങൾ പട്ടക്കാര് അല്പം ബുദ്ധിമുട്ടാതെ സുഖിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും. സ്തുതി കൊടുത്ത് കുരിശു വരച്ചാലൊന്നും പുള്ളിക്കാരെ സമ്മതിക്കില്ല. ചെല്ല്, അവന് വെറുതെ പട്ടിണി കിടണ്ട. പാവം. ശരി. എന്താണോ നോക്കി പേടിപ്പിക്കുന്നത്? അവിടെയാടാ അതിന്റെ രാജപ്പൻ മുതലാളി. പുള്ളി വട്ടികാശ് മുതലാക്കാൻ പോയിരിക്കുക. നീ അവനോട് പറഞ്ഞേക്ക്, എത്ര ലക്ഷം രൂപ ഉണ്ടായാലും ഈ വർഗീസ് വീട്ടുമെന്ന്. പണം എനിക്ക് പുല്ലടാ, പുല്ല. ഇനി കടം വീട്ടേണ്ടി വരില്ലെന്നാ എനിക്ക് തോന്നണത്. അതെന്താടാ ഒരുമാതിരി ചുളുങ്ങിയ വർത്തമാനം പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിന്റെ ഒരു തമാശ. പറഞ്ഞോ, നീ വെറും പയ്യനല്ലേ, വെറും ക്രാവ്. റോഡ് മുഴുവൻ കുണ്ടും കുഴിയും. ഇനി കടം വീട്ടേണ്ടി വരില്ലെന്നാ എനിക്ക് തോന്നണത്. എടി കൊച്ചി ത്രേസ്യേ, രാജപ്പനിവിടെ എന്താ? അവനിവിടെ എന്തിനു വന്നോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? അയാൾ ഇനിയും വരും, അങ്ങനെ പലരും. കൊച്ചി ത്രേസ്യേ, അലവണ്ട. കെട്ടോളെ മോനെ നോക്കാത്ത നിങ്ങളാരാത് ചോദിക്കാൻ? ആണുങ്ങളായ കുടുംബം നോക്കണം.
എന്ത് പറയണി? കൊല്ലും ഞാൻ. അപ്പച്ചൻ എന്റെ അമ്മച്ചെ കൊല്ലും. കൊല്ലട്ടെ മോനെ, എന്തിനിങ്ങനെ ജീവിക്കണം? വേണ്ട, വാമേ, വാ, നമുക്ക് കൊല്ലും എവിടേക്ക് ഞാൻ. പോവാം. എല്ലാത്തിനും ഞാനും ചാവും. മാറി നിൽക്കണം. വർഗീസേ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇവളെ ചതിച്ചു സരസു. എങ്ങനെ ചതിച്ചെന്നാ പറയുന്നേ? ഞാനില്ലാത്ത തക്ക നോക്കി അവനിത് അകത്ത് കയറ്റി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കടക്കാരൻ രാജപ്പ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഛേ, നാണമില്ലേ മനുഷ്യൻ നിങ്ങൾക്കിത് പറയാൻ? ഇത്രയും കാലം കൂടെ പുറത്ത ഭാര്യയെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേന്നാ ചോദിച്ചേ. മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടക്കാൻ പെണ്ണുങ്ങൾക്കറിയാം. ഭർത്താക്കന്മാരില്ലാത്ത സമയം നോക്കി കണ്ണി കണ്ട ആണുങ്ങളെ വിളിച്ചു കയറ്റുന്നവരാണോ പെണ്ണുങ്ങൾ? നിങ്ങൾക്കറിയോ, മടങ്ങി വരും വരെ ഈശ്വരനെ വിളിച്ച് ഭർത്താവിനെ കാത്തിരിക്കുന്നവളാണ് ഭാര്യ. എന്താണ് സംഭവിച്ചെന്ന് നിങ്ങൾ കൊച്ചുദേശിയോട് ചോദിച്ചോ? കൊല്ലാൻ നടക്കുന്നു. കുടിയം മാത്രമല്ല, ഒരു മൃഗമാണ് നിങ്ങൾ. ഒന്നിച്ച് ജീവിച്ചിട്ടും ഈ കൊച്ചു ത്രേസ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുടിയനാണെങ്കിലും നിങ്ങൾ എന്റെ ദൈവമാ. ഞാൻ നിങ്ങളെ വഞ്ചിക്കാനോ? എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയണ്ടേ? പിന്നെ കടമൊന്നും കാര്യാക്കണ്ടെന്നേ. എത്ര വേണമെങ്കിലും പറ്റിക്കോ, കാശൊന്നും തിരിച്ചു തരണ്ടെന്നേ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് വരും. രാജപ്പം പോ. ഹാ, തമാശകളാ. കുറേ നാളായുള്ളൊരാശയാ. ഒന്നിനും ഒരു കുറവും വരില്ല. കക്ഷി വെള്ളമടിച്ച് നടന്നോട്ടെന്നേ. കുടുംബം ഞാൻ നോക്കിക്കോളാം. ഇറങ്ങാനാ പറഞ്ഞത്. ഹാ, അങ്ങനെ അങ്ങ് വഴക്കിട്ടാലോ. ഇറങ്ങി പോടാ പട്ടി. എന്നെ നിനക്കറിയില്ല. കൊത്തി കീറും ഞാൻ. ഇറങ്ങി പോടാ. നിന്റെ ദേഹത്ത് കൈവച്ചവനെ കൊന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആണല്ലോ. കൊല്ലി ഞാൻ. ഇടാനാ പറഞ്ഞത്. ഇടാൻ. നിങ്ങൾ ഞാൻ വിടില്ല. വേണ്ട അപ്പച്ചാ, പോവണ്ട. അപ്പച്ചാ പോവല്ലേ? എന്താ നിന്ന് കളഞ്ഞ്? കൊല്ലാൻ പോകുന്നില്ലേ? ആയുധം ഒന്നിനും പരിഹാരമല്ല. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങളുടെ മദ്യപാനം. എന്തു നേടി നിങ്ങൾ? ശത്രുവായി. സ്വന്തം ഭാര്യയുടെ, കുഞ്ഞിന്റെ, കുടുംബത്തിന്റെ. സ്വന്തം ഭാര്യയുടെ മാനത്തിന് അന്യൻ വില പറയും വരെ മദ്യപാനം നിങ്ങളെ എത്തിച്ചു. മദ്യപാനം നിങ്ങളെ മയക്കി. അനുഭവം കണ്ടില്ലേ? ഇനി സ്വയം മടങ്ങി വരിക. മയങ്ങാത്ത മനസ്സോടെ. ആ വർഗീസിനെയാണ് ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടത്. ഉള്ളിലുണ്ടായ പുതിയ പ്രകാശം കാത്തു സൂക്ഷിക്കുക.